മോർണിംഗ് എവരിബഡി. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ. വെർനിയർ കാലിപ്പർ നിങ്ങൾ ഉപയോഗിച്ച് പരിചയമുള്ള ഒരു ഉപകരണമാണ്. വെർനിയർ കാലിപ്പർ നമ്മൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലീനിയർ മെഷർമെന്റ്സ്, ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ്, അങ്ങനെയുള്ള ലീനിയർ മെഷർമെന്റ്സ് ഒക്കെ 0.02 അക്യുറസിയിൽ മെഷർ ചെയ്യുന്ന വെർനിയർ കാലിപ്പറാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ അത്രയും അക്യുറസി ഉള്ള ജോബുകൾ ചെക്ക് ചെയ്യാനും മെഷർ ചെയ്യാനും ഒക്കെ നമുക്ക് വെർനിയർ കാലിപ്പർ നമുക്ക് ഉപയോഗിക്കാം. സിമിലർ ആയിട്ട് ആംഗുലർ മെഷർമെന്റ് വരുന്ന ഒരു സിറ്റുവേഷൻ വിചാരിക്കും. സം ആംഗിൾസ് 45 ഡിഗ്രി, 69 ഡിഗ്രി, 67 ഡിഗ്രി എന്ന് പറയുന്ന പോലെയുള്ള ആംഗിൾ മെഷർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ ഇതുവരെ ഇങ്ങനെയുള്ള പർപ്പസുകൾക്ക് ഡ്രോയിങ്ങിനായിക്കോട്ടെ, മെഷർ ചെയ്യാനായിക്കോട്ടെ, മാർക്ക് ചെയ്യാനായിക്കോട്ടെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്ന് പറഞ്ഞാൽ പ്രൊട്രാക്ടറാണ്. പ്രൊട്രാക്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു സെമി സർക്കിൾ ഷേപ്പാണ്. 0 to 180 ഡിഗ്രി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മാർക്ക് ചെയ്യാനൊക്കെ അത് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് മെഷർ ചെയ്യാവുന്ന ഒരു ഏറ്റവും ചെറിയ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 1 ഡിഗ്രിയുടെ ഡിഫറൻസിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. 45 ഡിഗ്രി അളക്കാം, അത് കഴിഞ്ഞാൽ അടുത്ത് 46 പറ്റുള്ളൂ, പിന്നെ 47 പറ്റുള്ളൂ. അപ്പോൾ 1 ഡിഗ്രി ഡിഫറൻസിലൊക്കെയാണ് നമ്മളത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മെഷർ ചെയ്യാവുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രിയാണ്. അതിന്റെ ലീസ്റ്റ് കൗണ്ട് 1 ഡിഗ്രിയാണ്. എന്നാൽ നമ്മളുടെ ഈ പ്രത്യേകിച്ച് ടർണർ, നിങ്ങൾ ചെയ്യുന്ന ടേണിംഗ് ജോബ്, അതുപോലെ അതായത് ആംഗുലർ സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ടേപ്പേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഈ 1 ഡിഗ്രി ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്യുറസി ലെവലല്ല. അപ്പോൾ അതുകൊണ്ട് കുറെ കൂടി ആക്യുറസി തരുന്ന ഒരു ഉപകരണം വേണം. അപ്പോൾ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ. ഒരു പ്രൊട്രാക്ടറിനോട് കൂടെ ഒരു വെർനിയർ സ്കെയിൽ കൂടി അറ്റാച്ച് ചെയ്താൽ നമുക്കറിയാം, വെർനിയർ കാലിപ്പറിലെ മെയിൻ സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഡിവിഷനും ഓരോ എം ആണ്. അപ്പോൾ അത് വെച്ചാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ ഒരു വെർനിയർ സ്കെയിൽ കൂടി അറ്റാച്ച് ചെയ്തപ്പോൾ അതിനെ വീണ്ടും മെയിൻ സ്കെയിലുകളെ വീണ്ടും ഡിവൈഡ് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ ഡിവിഷനുകളാക്കി മാറ്റി നമ്മൾ അങ്ങനെ വെർനിയർ സ്കെയിലൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ അളവുകളും അതിനകത്ത് കിട്ടും. അപ്പോഴാണ് ഈ ലിസ്റ്റ് കൊണ്ടൊക്കെ 0.02 ഒക്കെ ആകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഒരു ആംഗിളുകളൊക്കെ അല്ലെങ്കിൽ ചെറിയ ആംഗിളുകളൊക്കെ മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷനൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ. അപ്പോൾ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു ആംഗിൾ മെഷർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം. ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു ടേപ്പർ ടേണിങ് ചെയ്തു. ടേപ്പർ ടേണിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആംഗിൾ, ഇൻക്ലൂഡഡ് ആംഗിളോ അല്ലെങ്കിൽ ടേപ്പർ ആംഗിളോ ഒക്കെ മെഷർ ചെയ്യണമെങ്കിൽ ടേപ്പർ വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ ഉപയോഗിക്കാം. ഒരു സർഫസിൽ, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ ഫയലിംഗ് കൊണ്ട് നമ്മളൊരു ഇൻക്ലൈൻഡ് സർഫസ് ഫോം ചെയ്തു, ചരിഞ്ഞൊരു പ്രതലം ഫോം ചെയ്തു. അപ്പോൾ അത് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇത് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ആംഗുലാർ അളവുകളുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഫയലിംഗ് വർക്കൊക്കെ ചെയ്തു നിങ്ങൾ ചെയ്യുമ്പോൾ അത് രണ്ട് സർഫസുകൾ തമ്മിൽ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് 90 ഡിഗ്രി ആയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ സ്ക്വയർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അത് വളരെ നല്ല ആക്യുറസിയിൽ മെഷർ ചെയ്യാനായിട്ടാണ് സഹായിക്കുക. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് മെഷറിംഗ് ആണ്. അടുത്തത് നമുക്ക് പല മെഷീൻ പാർട്ടുകൾ അസംബിൾ ചെയ്യുമ്പോൾ, ചില കമ്പോണന്റുകൾ അസംബിൾ ചെയ്യുമ്പോൾ ചില പാർട്ടുകൾ ഒരു സർഫസിന് ഇത്ര ആംഗിളിൽ വേണം മറ്റത് സെറ്റ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ഇതും അതും തമ്മിൽ 45 ഡിഗ്രിയിലായിരിക്കണം. ഒന്നാമത്തെയും രണ്ടാമത്തെയും സർഫസുകൾ 60 ഡിഗ്രിയിലായിരിക്കണം. അങ്ങനെ പ്രത്യേക ആംഗിളുകളിൽ സർഫസുകൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു സെറ്റിംഗ് സമയത്ത് നമുക്ക് ആ എത്ര ആംഗിളിലാണോ എന്ന് വെച്ച് റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ട് ചെയ്യാനും ഇത് സഹായിക്കും. അപ്പോൾ ഒന്ന് മെഷറിംഗ് ആണ് ഇതിന്റെ പർപ്പസ്. മറ്റൊന്ന് ഇത് നമ്മൾ വർക്ക് സെറ്റിംഗ് വരുന്ന സമയത്ത് ആ ആംഗിൾ എത്രയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും. വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിന്റെ ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പിന്നെ അതിന്റെ ബേസിക് കമ്പോണൻസ് എന്താണെന്ന്, അല്ലെങ്കിൽ കൗണ്ട് എങ്ങനെയാണ് അതിന്റെ പാർട്സ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിന്റെ ഒരു സ്കെച്ച് നമ്മൾ എടുക്കുകയാണ്.
അപ്പോൾ വെർനിയർ ബിയർ പ്രൊട്രാക്ടറിൻ്റെ ഒരു സ്കെച്ചാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇതിനെ നോക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ ബേസിക് കമ്പോണൻസ് തുടങ്ങുക. ഒന്ന് അതിൻ്റെ സ്റ്റോക്ക് എന്ന് പറയും. സ്റ്റോക്ക് നമ്മൾ ട്രൈ സ്ക്വയറിൽ കാണാൻ 2 കമ്പോണൻ്റാണ് ട്രൈ സ്ക്വയറിലുള്ളത്. ഒന്ന് അതിൻ്റെ സ്റ്റോക്കും ഒന്ന് ബ്ലേഡും. അപ്പോൾ നമ്മൾ ഒരു സർഫസ് 90 ഡിഗ്രി ആണോ പെർപെൻഡിക്കുലർ ആണോ ചെക്ക് ചെയ്യുമ്പോൾ ഒരു സർഫസിൽ റെഫറൻസ് ആയിട്ടുള്ള സർഫസിൽ അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷം ബ്ലേഡാണ് നമ്മൾ നിരീക്ഷിക്കുന്നത് ബ്ലേഡിനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. വെർനിയർ ബിയർ പ്രൊട്രാക്ടറിൻ്റെ ഒരു ബേസിക് കമ്പോണൻ്റ് എന്ന് പറയുന്നത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കിൽ നിന്ന് ഒരു സർക്കിൾ ഫോമിലുള്ള അല്ലെങ്കിൽ സർക്കുലർ ഫോമിലുള്ള ഒരു കമ്പോണൻറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ ഭാഗം തന്നെയാണ് സ്റ്റോക്കിൻ്റെ എൻഡിൽ ഒരു ഡിസ്ക് എന്ന് പറയുന്ന ഒരു സർക്കുലർ ഭാഗം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സർക്കിള് കംപ്ലീറ്റ് ആയിട്ട് ആകണമെങ്കിൽ അതിന് ഇൻക്ലൂഡഡ് ആംഗിൾ ആകെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. 4 90കൾ ചേരുന്ന അങ്ങനെ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആകുന്നു. അപ്പോൾ ആ കമ്പോണൻ്റാണ് ഡിസ്ക്. അപ്പോൾ സ്റ്റോക്കിനോട് ചേർന്ന് അറ്റാച്ച് ചെയ്ത് തന്നെ ഡിസ്ക് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ എടുക്കുക. സെൻറ്റർ പോർഷനിൽ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്റർ എടുക്കുക. സെൻറ്റർ പോയിൻ്റ് എടുക്കുന്നു. അതിൽ ആ സെൻറ്ററായിട്ട് വെച്ചുകൊണ്ട് തന്നെ വേറൊരു സർക്കുലർ ഫോമിലൊരു കമ്പോണൻ്റ് ഉണ്ട്. അതാണ് ഡയൽ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരേ സെൻറ്റർ പ്രകാരം വ്യത്യസ്ത ഡയമീറ്ററുള്ള സർക്കിളുകൾ ഉണ്ടെങ്കിൽ അതിനെ കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയും. അപ്പോൾ ഈ ഡിസ്കും അതുപോലെ ഡയലും കോൺസെൻട്രിക് ആണ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ സെൻറ്റർ ഒന്നാണ്. അപ്പോൾ ഈ ഡയൽ എന്ന് പറയുന്ന പോർഷൻ വേറൊരു സർക്കിൾ ആയിട്ടാണ് സർക്കുലർ ഫോമിലാണുള്ളത്. അപ്പോൾ ഡയലിനൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആ സെൻറ്ററിലുള്ള ലോക്കിംഗ് സ്ക്രൂ ലൂസ് ചെയ്താൽ നമുക്ക് ആ ഡയലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. 2 വശങ്ങളിലേക്കായിട്ട് തിരിക്കാം. അത് ആ പോയിന്റിൽ നിന്നുകൊണ്ട് റൗണ്ടിൽ തിരിയും എന്ന് മാത്രം. അത് എവിടെയെങ്കിലും നിർത്തണമെങ്കിൽ ആ ലോക്കിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഡയൽ മൂവ് ചെയ്ത് നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് ഡയൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റോക്കിനോട് ചേർന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഡിസ്ക് ഉണ്ട്. സർക്കുലർ ഷേപ്പാണ്. ഇനി ആ ഡിസ്കിൻ്റെ സെൻറ്റർ ബേസ് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു സർക്കുലർ ഫോമിലുള്ള പാർട്ടാണ് ഡയൽ എന്ന് പറയുന്നത്. ഡയൽ എന്ന് പറയുന്നത് അതിൻ്റെ ആ സ്ക്രൂവിൽ നിന്നുകൊണ്ട് പിവോട്ടറാണെന്ന് പറയും. അവിടെ നിന്നുകൊണ്ട് തന്നെ തിരിയാനുള്ള കഴിവുണ്ട്. അതിനെ എവിടെ വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ലോക്കിംഗ് സ്ക്രൂ ഉണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഡയലുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ പീസ് പുറത്തോട്ട് നിൽക്കുന്നതാണ്, താഴേക്ക് നിൽക്കുന്നതായിട്ട് കാണാം. അതിലൂടെ അറ്റാച്ച് ചെയ്യുന്ന ഒരു പാർട്ടാണ് അതിൻ്റെ ബ്ലേഡ് എന്ന് പറയുന്നത്. ബ്ലേഡ് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, അഡ്ജസ്റ്റബിൾ ബ്ലേഡ്. അപ്പോൾ ബ്ലേഡിൻ്റെ ചിത്രം നോക്കി കഴിഞ്ഞാൽ അറിയാം, ബ്ലേഡിൻ്റെ 2 എൻഡും ഒരു ചാംഫറിങ് പോലെ ഒരു 45 ഡിഗ്രിയിലേക്ക് ചരിച്ചാണ് എൻ്റെ സർഫസ് ഫോം ചെയ്തത്. ഒരു എൻഡിൽ 45 ഡിഗ്രി, ഒരു സൈഡിൽ 60 ഡിഗ്രിയാണ് അവിടുത്തെ ഇൻക്ലൂഡഡ് ആംഗിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ ഇടത്തെ അറ്റം മുതൽ വലത്തെ അറ്റം വരെ അല്ലെങ്കിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ലോട്ട് കാണാം. ആ സ്ലോട്ട് എന്തിനു വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലേഡിനെ നമുക്ക് ലോങ്ജിറ്റ്യൂഡിനലി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയൽ തിരിയുന്ന പ്രകാരം നമ്മൾ സ്റ്റോക്കാണ് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് വയ്ക്കുന്നത്. ബ്ലേഡ് നമ്മൾ മെഷർ ചെയ്യേണ്ട സർഫസിലേക്ക് വയ്ക്കുമ്പോൾ അതിൻ്റെ നീളമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം. അപ്പോൾ ഈ സ്ലോട്ടിലൂടെയാണ് ഈ ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഈ ബ്ലേഡിനെ നമ്മൾ തിരിച്ചു കൊണ്ടുപോയി ഏതെങ്കിലും സ്ഥലത്ത് ലോക്ക് ചെയ്യാൻ ലോക്കിംഗ് സ്ക്രൂ ഉണ്ട്. ബ്ലേഡിൻ്റെ മൂവ്മെൻറ്റും നമുക്ക് ലോക്ക് ചെയ്യാം, അതുപോലെ ഡയലിൻ്റെ മൂവ്മെൻറ്റും നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഒരു കമ്പോണൻസ് ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് സ്റ്റോക്ക്, അതുപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡിസ്ക് എന്ന് പറയുന്ന പോർഷൻ, അതിലാണ് 360 ഡിഗ്രി ആംഗിൾ അവിടെ നമുക്ക് കാണാം. ഇനി അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ തന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഡയൽ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ഡയൽ അവിടെ നിന്നുകൊണ്ട് തിരിയാൻ പറ്റും. ഡയലിന് വേണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാം, അതിന് ലോക്കിംഗ് സ്ക്രൂ ഉണ്ട്. ഡയലുമായിട്ട് കണക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ഒരു അഡ്ജസ്റ്റബിൾ ബ്ലേഡ്. ബ്ലേഡിനെ ലോങ്ജിറ്റ്യൂഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഒപ്പം അത് ഡയലിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള സർഫസിലേക്ക് കൊണ്ടുപോയി വയ്ക്കാനും പറ്റും. അപ്പോൾ ഈ ബ്ലേഡിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ലോക്ക് ചെയ്യാം. അങ്ങനെ 2 ലോക്കിംഗ് സ്ക്രൂകളാണുള്ളത്. ഇനി ഇതിൻ്റെ 2 സ്കെയിലുകളാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് നമ്മൾ വെർനിയർ കാലിപ്പറിലുള്ള പോലെ തന്നെ ഒരു മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലും ഇതിലുണ്ട്. അപ്പോൾ മെയിൻ സ്കെയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡിഗ്രിയിൽ ആംഗിളുകൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണാം. 40, 41, 42 ഇങ്ങനെ നമുക്ക് ഓരോ ഡിഗ്രിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ 40, 41 എടുക്കുകയാണെങ്കിൽ അതിനിടയ്ക്കുള്ള ആംഗിളുകൾ നമുക്ക് വേണമെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വെർനിയർ സ്കെയിൽ അതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് വെർനിയർ ബുവൽ പ്രൊട്രാക്ടർ, എന്താണ് അതിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്, അതിൻ്റെ കമ്പോണൻസ് എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത് വരുന്നത് വെർനിയർ ബുവൽ പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ പ്രൊട്രാക്ടർ നമുക്കറിയാം ആംഗിൾ മെഷർ ചെയ്യാനോ നമുക്ക് മാർക്ക് ചെയ്യാനോ ഒക്കെ ആയിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിക്കുന്നു. പക്ഷേ അതിലെ പരിമിതി എന്ന് പറയുന്നത് ഓരോ ഡിഗ്രിയുടെ വ്യത്യാസത്തിലാണ് നമുക്ക് അളവുകൾ എടുക്കാനും വരയ്ക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ സ്വഭാവം അനുസരിച്ച് കൂടുതൽ ആക്യുറസിയിലുള്ള വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഫ്രാക്ഷൻ ആയിട്ടുള്ള ആംഗിളുകളൊക്കെ നമുക്ക് വേണ്ടി വരും, മെഷർ ചെയ്യേണ്ടി വരും, സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ ഒരു പ്രൊട്രാക്ടറിനോട് ചേർന്ന് ഒരു വെർനിയർ സ്കെയിലിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊട്രാക്ടറാണ് വെർനിയർ ബുവൽ പ്രൊട്രാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈ ആക്യുറസിയിൽ ആംഗിളുകൾ മെഷർ ചെയ്യാം. ഏതെങ്കിലും കമ്പോണൻറ്റുകൾ മെഷീൻ അസംബിൾ ചെയ്യുന്ന സമയത്തോ മറ്റു കാര്യങ്ങളിലോ കമ്പോണൻറ്റുകൾ സെറ്റ് ചെയ്യാനും ഈ വെർനിയർ ബുവൽ പ്രൊട്രാക്ടർ സഹായിക്കും. അപ്പോൾ വെർനിയർ ബുവൽ പ്രൊട്രാക്ടറിൻ്റെ ആപ്ലിക്കേഷനുകൾ നമുക്ക് അതിൻ്റെ കുറച്ച് സ്കെച്ചുകൾ ഇപ്പോൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പോണൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. വെർനിയർ ബുവൽ പ്രൊട്രാക്ടറിൻ്റെ പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വരുന്നത് ട്രൈസ്ക്വയറിൻ്റെ പോലെ തന്നെ ഒരു സ്റ്റോക്ക് ഉണ്ട് വെർനിയർ ബുവൽ പ്രൊട്രാക്ടറിന്. അതാണ് റെഫറൻസ് സർഫസിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രൈസ്ക്വയറിൻ്റെ പോലെ തന്നെ ബ്ലേഡും ഉണ്ട്. അപ്പോൾ ബ്ലേഡിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് ബ്ലേഡ് അഡ്ജസ്റ്റബിൾ ബ്ലേഡാണ്. ലോങ്ജിറ്റ്യൂഡിൽ അങ്ങോട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഡയൽ തിരിക്കുന്ന പ്രകാരം അത് നമുക്ക് ആവശ്യമുള്ള സർഫസിലേക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ സ്റ്റോക്കിനോട് അറ്റാച്ച് ചെയ്ത് ഒരു സർക്കുലർ ഷേപ്പിലുള്ള പോർഷൻ ഉണ്ട്, അതിനാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആംഗിളുകൾ അതിനകത്ത് മാർക്ക് ചെയ്ത് കാണാം. പ്രൊട്രാക്ടറിലെ പോലെ തന്നെ ആംഗിളുകൾ മാർക്ക് ചെയ്ത് കാണാം. അപ്പോൾ ഈ ഡിസ്ക് എന്ന് പറയുന്ന സർക്കുലർ ഷേപ്പാണ്, ആംഗിൾ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്കിനൊരു സെൻറ്റർ ഉണ്ട്, സെൻറ്റർ പോയിൻറ്റ്. അപ്പോൾ അതേ സെൻറ്ററായിട്ട് തന്നെ അതിനൊക്കെ താഴ്ന്ന ഡയമീറ്ററിലുള്ള ഒരു കമ്പോണൻ്റാണ് ഡയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡയൽ നമുക്ക് ആ സെൻറ്റർ പോയിൻ്റായ പിന്നിന് നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ അതിന് പറ്റും. ഈ ഡയലുമായിട്ടാണ് അറ്റാച്ച് ചെയ്താണ് ബ്ലേഡ് ഇരിക്കുന്നത്. അപ്പോൾ ഡയലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ലോക്കിംഗ് സ്ക്രൂ കൊണ്ട് ലോക്ക് ചെയ്യാം. ബ്ലേഡിൻ്റെ മൂവ്മെൻറ്റ്, സർക്കുലാർ മൂവ്മെൻറ്റ് അവിടെയുണ്ട്, അത് ലോക്ക് ചെയ്യാനായിട്ട് ഡയലിൽ ലോക്ക് ചെയ്താൽ മതി. പക്ഷേ ഈ ബ്ലേഡിൻ്റെ ലീനിയർ മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് അറസ്റ്റ് ചെയ്യണമെങ്കിൽ മറ്റൊരു ലോക്കിംഗ് സ്ക്രൂ ഉണ്ട്. അങ്ങനെ 2 ലോക്കിംഗ് സ്ക്രൂ ഉണ്ട്, ഒന്ന് ഡയലിനെ ലോക്ക് ചെയ്യാനും ഒന്ന് ബ്ലേഡിനെ ലോക്ക് ചെയ്യാനും. ഇനി അതുകൂടാതെ 2 സ്കെയിലുകളാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ഡിസ്കിൽ മാർക്ക് ചെയ്തിരിക്കുന്ന മെയിൻ സ്കെയിൽ, ഇത് ഡിഗ്രിയിലാണ് ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത്. 1 ഡിഗ്രിയുടെ ഡിഫറൻസിൽ ഇങ്ങനെ ഗ്രാജുവേഷൻസ് കൊടുത്ത് കാണും. നമുക്കറിയാം സർക്കിൾ മൊത്തം എടുത്താൽ 360 ഡിഗ്രിയാണ്. ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വെർനിയർ സ്കെയിൽ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ഡിഗ്രിക്കും 2 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള ഫ്രാക്ഷൻ ആയിട്ടുള്ള ആംഗിളുകൾ നമുക്ക് സെറ്റ് ചെയ്യാനോ കണ്ടുപിടിക്കാനൊക്കെ ഇതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഈ റീഡിങ് എങ്ങനെയാണ്, വെർനിയർ ബുവൽ പ്രൊട്രാക്ടറിൻ്റെ റീഡിങ് എങ്ങനെയാണ്, അങ്ങനെ അല്ലെങ്കിൽ ഒരു റീഡിങ് എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ ഉള്ളത് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വെർനിയർ ബുവൽ പ്രൊട്രാക്ടറിൻ്റെ ഫങ്ഷൻ, അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണുന്ന 1-2 സ്കെച്ചുകൾ നമുക്ക് കാണാം. അപ്പോൾ ഈ സ്കെച്ചുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിലെല്ലാം ഓരോ ഇൻക്ലൈൻഡ് സർഫസുകളുണ്ട്, ടേപ്പർ ഫോമിലുള്ളതുണ്ട്, ചെറിയ ഗ്രൂവുകൾ പോലെയുള്ള ഷേപ്പുകൾ കാണാം. എന്തായാലും അതിനകത്ത് ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസ് ഉണ്ട്. അപ്പോൾ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന കാണാം. ഒരു സർഫസിൽ പ്രൊട്രാക്ടറിൻ്റെ, വെർനിയർ ബുവൽ പ്രൊട്രാക്ടറിൻ്റെ സ്റ്റോക്ക് റെഫറൻസ് ആയിട്ട് വച്ചിരിക്കുന്നു. മറ്റേ സർഫസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ബ്ലേഡിനെ കൊണ്ടുവച്ചിരിക്കുന്നത് കാണാൻ കഴിയും. എന്നിട്ട് ഈ ഭാഗങ്ങൾ ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്ത് പിന്നെ മൂവ് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ അതിൻ്റെ മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലൊക്കെ നോക്കിയിട്ടാണ് റീഡിങ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് മെഷർ ചെയ്യുന്ന രീതിയിൽ എടുക്കാം. അതല്ല, നിങ്ങൾക്കൊരു പ്രത്യേക ആംഗിളിൽ, പർട്ടിക്കുലർ ആംഗിളിൽ ഒരു കമ്പോണൻ്റ് എവിടെയെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ ആ ആംഗിൾ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മെഷർ ചെയ്യാനും സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത്
നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഈ വെർനിയർ ബിയോൾ പ്രൊട്രാക്ടറിൻ്റെ റീഡിങ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ടോപ്പിക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.